യൂട്യൂബർ തൊപ്പിയെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളാണല്ലോ മക്കളെ വരുന്നത്. അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ. തൊപ്പി ഫാൻസ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞുമക്കളുണ്ട്, അവർ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും തൊപ്പി ഫാൻസായ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ ആകെ വിഷമത്തിലായിരിക്കുന്നത്. കാരണം തൊപ്പിയെ പോലെ തൻ്റെ മക്കളും വഴിതെറ്റി പോകുമോ എന്ന് പേടിച്ചാണ് ഓരോ മാതാപിതാക്കളും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തൊപ്പിയുടെ ഡ്രൈവറിൻ്റെ പക്കൽ നിന്നും ഫ്ലാറ്റിൽ നിന്നൊക്കെ രാസലഹരി പിടിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. കൂടെ ഒരു 2-3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുറേ പേര് പറയുന്നു കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഫസിയാണ് എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഫസി അതിന് മറുപടിയായി വന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഫസി അല്ല എന്ന് ഫസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊപ്പിയും ഫസിയുമായിട്ട് ഇപ്പം നല്ല റിലേഷനിലല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, എനിവേ എന്ത് തന്നെയായാലും തൊപ്പിയുടെ ഫ്ലാറ്റിൽ നിന്ന് രാസലഹരി പിടിക്കാം, ഡ്രൈവറുടെ പക്കൽ നിന്ന് രാസലഹരി പിടിക്കാം, കാറിൽ നിന്ന് പിടിക്കാം. പക്ഷെ തൊപ്പി ഇത് ഉപയോഗിക്കുന്നില്ല. അതാണ് മക്കളെ മനസ്സിലാവാത്തത്. കുറേ യൂട്യൂബർമാർ തൊപ്പിയെ വെളുപ്പിച്ചെടുക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഖാദർ കരിപ്പൊടി, അൽത്താഫ് വ്ലോഗ്, പിന്നെ നമ്മുടെ അരിയണ്ണൻ. അപ്പോൾ പുള്ളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൊപ്പിക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത്. ഖാദർ കരിപ്പൊടിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞ് വോയിസ് ഒക്കെ ഇട്ടിരുന്നു. എന്ത് തന്നെയായാലും തൊപ്പിക്ക് ബന്ധമില്ല എന്നൊരു കാര്യത്തിൽ ഞങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാം. തൊപ്പിയുടെ ഫ്ലാറ്റിൽ നിന്ന് പിടിക്കാം, കാറിൽ നിന്ന് പിടിക്കാം, ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പിടിക്കാം, കൂടെ ഉള്ളവർക്കുടെ കയ്യിൽ നിന്നൊക്കെ പിടിക്കാം. പക്ഷെ തൊപ്പിക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതാണ് മക്കളെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമൊക്കെ അടിച്ചിട്ടാണോ ഈ ചെക്കൻ വന്നിരുന്ന് ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്തത് എന്നാണ് ഇപ്പം എൻ്റെ സംശയം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇവന് ഇത്രയും കുഞ്ഞുമക്കൾ ഫാൻസ് ആയത്. കുട്ടികളെ പോലും വഴി തെറ്റിക്കുന്ന ഈ തൊപ്പിക്കാരനെ കുട്ടികളുടെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു. അത് വേറൊരു കാര്യം. പിന്നെ എന്തിനാണ് ഇവനെ മാത്രം വെളുപ്പിച്ചെടുക്കാൻ ഈ ഖാദർ കരിപ്പൊടിയും അരിയണ്ണനും ഈ അൽത്താഫ് വ്ലോഗും ഒക്കെ മുന്നിട്ടിറങ്ങുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വാർത്ത വന്നപ്പോൾ മുതൽ അരിയണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയുന്ന തൊപ്പി ഇങ്ങനെയൊന്നുമില്ല, എനിക്കറിയുന്ന തൊപ്പി ഇങ്ങനെയൊന്നുമില്ല. എന്തോ അറിയാവുന്ന ഈ പറയുന്നത് ആകെ 1-2 ദിവസത്തെ പരിചയം. എത്ര വട്ടം ഇവനെ കോൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ അരിയണ്ണൻ ഈ തൊപ്പിയുടെ കൂടിയായിരുന്നു ജീവിച്ചിരുന്നത് അറിയാമെന്ന് പറയാനായിട്ട്. ആകെ കുറച്ച് പരിചയവും കുറച്ച് ഫോൺ ചെയ്തിട്ടുള്ള പരിചയവും മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് പറയുന്നത് എനിക്കറിയാവുന്ന തൊപ്പി ഇങ്ങനെ ഒന്നുമല്ല എന്ന്. തൊപ്പിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുൻകൂർ ജാമ്യം എടുക്കാൻ പോയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. തൻ്റെ വാഹനം മറ്റുള്ളവർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വാഹന ഉടമ അറിയണ്ടേ? എന്തുകൊണ്ട് ഈ പരമോൻ അറിഞ്ഞില്ല? ഇപ്പൊ ഹവാല ഇടപാട് വരെ തൊപ്പിയുടെ പേരിൽ ആരോപിക്കുന്നുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ. അപ്പൊ അതിനെയൊക്കെ വെളുപ്പിച്ചെടുക്കാനാണ് ഇപ്പൊ നമ്മുടെ അരിയണ്ണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊപ്പിക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് അരിയണ്ണൻ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ ഇത്ര കോടിക്കണക്കിന് രൂപ എവിടുന്നാണ് വരുന്നത്? ചാനൽ തുടങ്ങി കുറച്ചാവുമ്പോഴത്തേക്കും കാറായി, വീടായി, ഫ്ലാറ്റായി. എറണാകുളത്ത് വരെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്ര അധികം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ഒരു യൂട്യൂബർക്ക് കഴിയുമോ? തൊപ്പിയുടെ കയ്യിലുണ്ടായിരുന്ന വാഹനം എന്ന് പറയുന്നത് ഫോർച്യൂണറാണ്. അപ്പൊ ആ വാഹനത്തിന്റെ ഏകദേശം വിലയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള ആഡംബര കാറുകളും വീടുകളും ഒക്കെ വാങ്ങിക്കാനുള്ള കോടിക്കണക്കിന് രൂപ ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ടോ? വരുമാനം ഉണ്ടോ ശരിക്കും? ഇത്തരം ആഡംബര കാറുകളും വീടുകളും ഒക്കെ വാങ്ങിക്കാനുള്ള കോടിക്കണക്കിന് തുക ഈ ഒരു ചാനലിൽ നിന്ന് നമുക്ക് കിട്ടുമോ? അതാണ് എൻ്റെ സംശയം. എന്തായാലും ഹവാല പണമിടപാട് വരെ തൊപ്പിയുടെ പേരിൽ ആരോപിച്ച സ്ഥിതിക്ക് വെളുപ്പിക്കലല്ല വേണ്ടത്, തുടരന്വേഷണം നടക്കട്ടെ. തൊപ്പി നിരപരാധിയാണോ എന്താണോ എന്ന് പോലീസ് കണ്ടെത്തട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്.